ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. കുറേ ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് മടിയാണ്, വേറൊന്നുമല്ല. അപ്പോൾ ഇപ്പോൾ റമദാനാണല്ലോ, ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഉണ്ടാവാറില്ല. അതുകൊണ്ടാണ് റമദാൻ്റെ കാര്യങ്ങളൊന്നും വീഡിയോ ആയിട്ട് ഇടാത്തത്. ഇവിടെ നമ്മൾ നോർമൽ ഡേ പോലെ തന്നെയാണ്. ഫുഡ് കുറച്ച് ലേറ്റായിട്ട് കഴിക്കണു, അത്ര തന്നെയുള്ളൂ മാറ്റങ്ങൾ വരുന്നത്. പിന്നെ നമുക്കിപ്പോൾ വെക്കേഷനാണ്. ആക്ച്വലി വെക്കേഷൻ ഇന്നത്തോടെ തീരുകയാണ്. നാളെ മുതൽ നമുക്ക് ക്ലാസ് ഉണ്ട്. അങ്ങനെ ഈ വർഷത്തെ വിൻ്റർ വെക്കേഷൻ തീർന്നു. തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ഒന്നും പ്രത്യേകിച്ച് ചെയ്തിട്ടില്ല. ഞാൻ ഈ വെക്കേഷനിൽ ഡെയിലി വ്ളോഗ് ഇടണം എന്നൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ റമദാൻ ആയതുകൊണ്ട് തന്നെ ഡേ ടൈം ഫുൾ ഉറക്കവും നൈറ്റ് ടൈം ആയിരിക്കും ഫുൾ ഉണർന്നിരിക്കണ സമയം. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊന്ന് വയ്യാതായി, പനി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ജലദോഷമൊക്കെ വന്നു, സൗണ്ടൊക്കെ മാറി. സൗണ്ട് തിരിച്ച് വരാൻ വേണ്ടിയിട്ട് കുറേ ദിവസം എടുത്തു. അങ്ങനെയാണ് മടി വരാനുള്ള മെയിൻ കാരണം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് യൂണിവേഴ്സിറ്റിൻ്റെ കൺവീനിയൻസ് സ്റ്റോറിലായിരുന്നു. നമുക്ക് കുറച്ച് പാർസൽ വന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെ എടുക്കാൻ പോയതാണ്. ഇപ്പം നമ്മൾ പാല് വാങ്ങാനാണ് ഈ കൺവീനിയൻസ് സ്റ്റോറിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ പാലിൻ്റെ വില നോക്കുമ്പോൾ ഒരു 0.3 കൂടുതലുണ്ട്. അപ്പോൾ നമ്മൾ അടുത്തുള്ള വേറെ കൺവീനിയൻസ് സ്റ്റോറിൽ പോയി നോക്കി. നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ ടോട്ടലായിട്ട് 3 കൺവീനിയൻസ് സ്റ്റോഴ്സാണുള്ളത്. ഈ സ്റ്റോറ് കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടി ചെറുതാണ്. പക്ഷേ അത്യാവശ്യ സാധനങ്ങളൊക്കെ ഇതിൽ തന്നെ ഉണ്ട്. പിന്നെ കുറച്ചും കൂടി വില കുറവും എനിക്ക് തോന്നിയിട്ടുണ്ട്. വില കുറവ് എന്ന് പറയുമ്പം ഒരുപാടൊന്നുമില്ല, ജസ്റ്റ് 0.1 0.2 ആ ഒരു വ്യത്യാസം ഉണ്ടാവുള്ളൂ. അങ്ങനെ നമ്മൾ ഈ സ്റ്റോറിൽ മിൽക്ക് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവിടെ നോക്കിയപ്പോൾ ഇവിടെ മിൽക്ക് ഉണ്ട്. ഇതിന് കണ്ടോ 2.56 അങ്ങനെ എന്തോ ആയിരുന്നു. മറ്റേ സ്റ്റോറിൽ 2.8 ആയിരുന്നു. അപ്പോൾ നമ്മൾ 2 മിൽക്ക് വാങ്ങുന്നുണ്ട്. അപ്പോൾ രണ്ടും കൂടിയും കൂട്ടുമ്പോൾ കുറച്ച് ലാഭത്തിൽ കിട്ടും. അങ്ങനെ നമ്മൾ ഒരു ബിസ്ക്കറ്റും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ബൈക്കിൻ്റെ അടുത്തേക്ക് നടന്നു. ബൈക്കായിട്ട് എൻ്റെ ഫ്രണ്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ ഓളടുത്ത് എത്തി. പിന്നെ നമുക്ക് കുറച്ചും കൂടി പാർസൽസ് ഉണ്ട് എടുക്കാൻ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് പോവുകയാണ്. അത് കുറച്ച് അപ്പുറത്തെ സൈഡിലാണ്, 2 സൈഡിലായിട്ടാണ് പാർസൽ വന്ന് നിൽക്കുക. അപ്പോൾ ഈ മുന്നേ കാണുന്ന ഈ ഒരു സ്റ്റോറ് വേറൊരു കൺവീനിയൻസ് സ്റ്റോറാണ്. ഞാൻ പറഞ്ഞല്ലോ ടോട്ടൽ 3 ഉണ്ട് എന്നുള്ളത്. 2 നേരത്തെ കണ്ടു, ഇത് 3ാമത്തേത്. അങ്ങനെ നമ്മൾ അടുത്ത പാർസൽ എടുക്കുന്ന സ്ഥലത്തേക്കാണ് പോണത്. ഇത് ചൈനീസ് ഡോമിൻ്റെ ഒക്കെ ഇടയിലാണ് ഈ ഒരു സ്ഥലം വരുന്നത്. അങ്ങനെ നമ്മളിതാ അവിടെ എത്തിയിട്ടുണ്ട്. ഇത് ആക്ച്വലി പുതിയതാണ്. ഈ ഒരു വെക്കേഷൻ ടൈമിലാണ് ഇതിങ്ങനെ ആക്കിയത്. ഇതിൻ്റെ മുമ്പ് ജസ്റ്റ് ഒരു ടെൻറ്റ് പോലെ ഒരു സ്ഥലമായിരുന്നു. കഴിഞ്ഞ വർഷം ഇത് ഇവിടെ തന്നെ ആയിരുന്നില്ല, ഇത് വേറൊരു സ്ഥലത്തായിരുന്നു. ഇനിയിപ്പം ഇതിങ്ങനെ സെറ്റപ്പ് ആക്കിയോണ്ട് ഇതിൻ്റെ പ്ലേസ് മാറൂല എന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ പാർസൽസൊക്കെ എടുത്തിട്ട് ഡോമിലേക്ക് തിരിച്ച് പോകാൻ നിൽക്കുകയാണ്. നമ്മൾ ക്വൈതി എന്നാണ് ചൈനീസിൽ പറയുക. അങ്ങനെ നമ്മൾ ഡോമിലെത്തിയിട്ടുണ്ട്. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഡോം ടൂറ്. അത് ഞാനൊരു ദിവസം ചെയ്യണമായിരിക്കും ഇൻഷാ അല്ലാ. ഞാൻ ആക്ച്വലി ഒരു വേക്കൻറ്റ് റൂം ഉണ്ടോ നോക്കി നിൽക്കുകയാണ്. എന്നാൽ നിങ്ങൾക്ക് ഒന്നും കൂടി മനസ്സിലാവും എങ്ങനെയാണ് നമ്മളെ ഡോം നമ്മൾ ഫസ്റ്റ് വരുന്ന സമയത്ത് നമുക്ക് കിട്ടുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ ഐ ഡെഫിനറ്റ്ലി ഷോ യു. അപ്പോൾ നമ്മുടെ ലോബിയിൽ കൂടെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഇങ്ങനൊരു സംഭവം കാണാം. സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അതിൽ ഒരാളെ കാണാം. ഞാൻ തന്നെയാണ് അതിലുള്ളത്. അങ്ങനെ പുറത്ത് പോയി വന്ന് നമ്മൾ കിച്ചണിൽ കയറി ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അരിയും ചിക്കനും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് കുക്ക് ചെയ്യണം. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഫ്ലാറ്റ്മേറ്റ് ലഞ്ചമ്പി ഒരു സംഭവം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടെ കുറേ നേരം നിന്ന് സംസാരിച്ച് അതിൻ്റെ ഇടയിൽ കൂടെ കുക്ക് ചെയ്ത്. അങ്ങനെ കുക്കിങ്ങിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ അവിടെ ഇരുന്നിട്ട് ഈ ഒരു സംഭവത്തിനൊക്കെ നോക്കിയിരിക്കുകയായിരുന്നു. എനിക്ക് ഇങ്ങനെ ആനിമൽസിൻ്റെ ടോയ്സിനോടൊന്നും വലിയ ക്രേസില്ല. അതുകൊണ്ട് എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല. പക്ഷേ ഞാൻ വെറുതെ ഇങ്ങനെ കയ്യിലെടുക്കും. അതിൻ്റെ ഇടയിൽ ഓളൊന്ന് പുറത്ത് പോവുകയാണെന്ന് പറഞ്ഞിട്ട് ഓൾ പുറത്ത് പോയി. അങ്ങനെ വീണ്ടും ഞാനും ഇവനും ഒറ്റക്കായി. അങ്ങനെ ഞാൻ ഇവിടെ ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നു, ബാങ്ക് കൊടുക്കുന്നത് വരെ. അങ്ങനെ ബാങ്ക് കൊടുത്തു. അങ്ങനെ നമ്മൾ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ബ്രെഡ് അതേപോലെ ആപ്പിൾ ആയിരുന്നു കഴിക്കാനുണ്ടായിരുന്നത്. പിന്നെ ബൂസ്റ്റ് വെച്ചിട്ടൊരു ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് നാട്ടിൽ പോയ ദിയ ആൻഡ് അഫ്താബ് തിരിച്ചു വന്നത്. അപ്പോൾ നമ്മൾ ഓരോ കൂട്ടാൻ വേണ്ടിയിട്ട് ലോബിക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് എത്തിയതിന് ശേഷമാണ് നോമ്പൊക്കെ തുറന്നത്.
ബാങ്ക് കൊടുത്ത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾക്ക് ഒരു വന്നിട്ടുണ്ട്. നമ്മൾ നോമ്പ് തുറക്കണ സമയത്തായിരുന്നു ഒരു വന്നത്. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ എടുത്തിട്ട് താഴത്തേക്ക് പോയതാണ്. അങ്ങനെ ഒരു നോമ്പൊക്കെ തുറന്നു. പിന്നെ നമ്മൾ റൂമിലേക്ക് പോയി. ഓനോൻ്റെ റൂമിലേക്കും ദിയ നമ്മുടെ റൂമിലേക്കും വന്നു. അങ്ങനെ നിസ്കാരം കഴിഞ്ഞ് കുറച്ച് നേരം വർത്താനം പറഞ്ഞതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് റെഡിയായി. നമ്മളിന്ന് ഉണ്ടാക്കിയത് മന്തി ആയിരുന്നു. ഒരു 95% മന്തി ആയിട്ടുണ്ട്. വലിയ സീനൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെ വന്നിട്ട് ആകെ ഒരു ഉപകാരം കിട്ടിയത് കുക്കിംഗ് അടിപൊളിയായിട്ട് പഠിച്ചു എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാനിരുന്നു എല്ലാവരും കൂടിയിട്ട്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും അടിപൊളിയായിട്ട് കുക്ക് ചെയ്യുക ലഞ്ചമ്പിയാണ്. ഓൾഡ് ഫുഡ് അബ്ബാര ടേസ്റ്റാണ്. അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഒട്ടും വൈകിക്കാതെ ഞങ്ങൾ പെട്ടി തുറക്കാൻ പോയി. നാട്ടിൽ നിന്ന് ഒരുപാട് സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ അവൾ ഓരോന്നായിട്ട് എടുത്ത് കാണിച്ചെന്നു. ഇത് കോഴിയാടയാണെന്ന് പറഞ്ഞു. എൻ്റെ നാട്ടിൽ ഈ സംഭവമില്ല. പിന്നെ പുട്ടുപൊടിയാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും പുട്ട് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വന്നിട്ട്. എനിക്ക് നാട്ടിൽ നിന്ന് ഇഷ്ടമാണ്, പക്ഷെ ഇവിടെ വന്നിട്ട് എക്സ്ട്രാ ഇഷ്ടം. പിന്നെ ഡയറി മിൽക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഇത് മറ്റേ സോൺ പപ്പടി. പിന്നെ കുറേ ബേക്കറീസ് ഉണ്ടായിരുന്നു. ഇത് കടലമുട്ടായി ഉണ്ട്, പിന്നെ അച്ചാറുണ്ട്. അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ പൊടികൾ കാര്യങ്ങൾ സാമ്പാർ പൊടി അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് വേറൊരു ബേക്കറി ഐറ്റമാണ്. ഇതിൻ്റെ പേര് ഓൾക്കും അറിയില്ല, എനിക്കും അറിയില്ല, ആർക്കും അറിയില്ല. പിന്നെ ഇതെന്തോ സാലഡ് ഡ്രസ്സിങ് പോലെ എന്തോ സംഭവമാണ് പറഞ്ഞു. പിന്നെ റെഡിമെയ്ഡ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മളിവിടെ ഉണ്ടാക്കലുണ്ട്, പക്ഷേ അവൾ കൊടുത്തിട്ടുണ്ട്. ഉപകാരപ്രദമായ കാര്യമാണത്. പിന്നെ എൻ്റെ സ്ഥാനത്ത് ഇത് ഞാൻ അവളോട് കൊണ്ടുവരാൻ പറഞ്ഞതായിരുന്നു. അവൾ ഒരുപാട് കൊടുത്തിട്ടുണ്ട്. എനിക്ക് വളരെയധികം സന്തോഷമായി. ഞാൻ അപ്പം തന്നെ 2 എടുത്ത് തിന്നു. അതിന് ശേഷം നമ്മൾ ഈ പരന്ന് കിടക്കുന്ന സാധനങ്ങളൊക്കെ അതിൻ്റേതായ സ്ഥലത്ത് അടുക്കി വെച്ചു. പിന്നെ നമ്മളെല്ലാവരും കിടക്കാൻ പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.